പോലെയാണ്. ഞാൻ എന്ത് വിചാരിച്ചാൽ അവൾക്ക് മനസ്സിലാവും, അവളെന്ത് വിചാരിച്ചാൽ എനിക്ക് മനസ്സിലാവും. പിന്നെ എപ്പോഴും ഇങ്ങനെ സംസാരമൊന്നും ഇല്ലെങ്കിലും ഞങ്ങൾ ഭയങ്കര ക്ലോസാണ്. അവളെന്ത് ചെയ്താലും എന്നോട് വെച്ചിട്ട് ചെയ്യുള്ളൂ. കുട്ടിക്കാലം മുതലേ ഒരു ദൂർശാഠ്യങ്ങളും കാണിക്കാത്ത ഗൗതമാണെങ്കിലോ ഏത് സാഹചര്യങ്ങളോടും ആളുകളോടും പെട്ടെന്ന് ഇഴുകിച്ചേരുന്ന ഒരു പ്രകൃതവും. വിഷ് യു എ ഹാപ്പി മാരീഡ് ലൈഫ്. ഹായ് അരിൻ ഗൗതം, അതിന് ഒരു അടിപൊളി ഹാപ്പി മാരീഡ് ലൈഫ്. ശരിക്കും മിസ് ചെയ്തിട്ട് ഭയങ്കര മിസ്സിങ് ആയിരുന്നു. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് ഇൻഷാല്ല ഒരു ദിവസം കൂടി എല്ലാവർക്കും കൂടി അടിച്ചു പൊളിക്കാം. എന്താ പറയുമ്പോൾ ആരും ഞാനും ഫ്രണ്ട്സായിട്ട് ഓൾമോസ്റ്റ് 8 years ആയി. ആൻഡ് ത്രൂ ഔട്ട് ദീസ് 8 years she's been an amazing friend. ആൽബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഷീ ഈസ് പ്രോബ്ലി വൺ ഓഫ് മൈ മോസ്റ്റ് ഫേവറേറ്റ് പീപ്പിൾ എവർ. ആൽബിനെ പരിചയപ്പെടുന്ന ആർക്കും തന്നെ ആൽബിനെ ഇഷ്ടപ്പെടാതിരിക്കത്തില്ല. ബിക്കോസ് ഭയങ്കര ഒരു ലൈക്കബിൾ ക്യാരക്ടറാണ് ആൽബിക്ക്. ആൻഡ് ഷീ ഈസ് ഓൾസോ ദ ലൈഫ് ഓഫ് എനി പാർട്ടി ദറ്റ് ഷീ ഗോസ് ടു. ആൻഡ് ഗൗതമിനെ കുറിച്ച് മനസ്സിലാക്കിയത്തോളം ഐ തിങ്ക് യു ക്യാൻ സേ ദ സെയിം അബൌട്ട് ഹിം. Hi Arati, hi Gautam, wishing you guys a very happy married life. So Arati she's been this extremely fiercely loyal person, one of the best confident and one of the best friends that I've actually come across. And Gautam, you being the fun-loving, chilled-out person, you guys make the perfect couple. And I just love how, you know, Gautam makes Arati so happy and so weak on the knees. As in, like, you know, Arati ne numba thottu ariyannavarkku ariyan the changes, you know. ആദ്യം തന്നെ ആര്യയെ പറ്റി പറയുകയാണെങ്കിൽ ആര്യ ഒരു കസിൻ സിസ്റ്റർ എന്നല്ല, ഒരു ഫ്രണ്ടാണ്. ശരിക്കും വളരെയധികം ഹെൽപ്ഫുള്ളാണ്, പിന്നെ നല്ല സപ്പോർട്ടീവാണ്. ചെറുതാണെങ്കിലും ഒരു കാന്താരിയാണ്, നല്ല രസമാണ്. ഫുൾ ഓൺ എനർജിയാണ് ആൾക്ക്. ശരിയാ. പിന്നെ ഗൗതമിനെ പറ്റി പറയുകയാണെങ്കിൽ ചേട്ടൻ വേറെ ലെവലാണ്. പെട്ടെന്ന് എല്ലാവരുടെ കമ്പനി ആവും. നമ്മളെനിക്ക് സൈലന്റ് ആയിരുന്നു, പക്ഷെ പുള്ളി ഭയങ്കര ആക്റ്റീവാ. ആരതിനെ ഞാൻ ഫസ്റ്റ് മീറ്റ് ചെയ്യുന്നത് ഞാൻ എറണാകുളത്ത് ക്ലാസ്സിന് വന്നപ്പം ഇങ്ങനെ ഫസ്റ്റ് ക്ലാസ്സിൽ കയറിയപ്പോൾ തന്നെ ഇങ്ങനെ ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു കുട്ടി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, സ്ട്രെയിറ്റ് ഹെയർ പോണിറ്റെയിലൊക്കെ കെട്ടി. അപ്പോൾ ഞാനിങ്ങനെ ഭയങ്കര ഭംഗിയുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ പോയി പരിചയപ്പെട്ടു. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ആരതി എന്നാണ് പേര്. ഇങ്ങനെ ആരതിന് ആയിട്ടുള്ള പരിചയം അന്ന് തൊട്ടാണ്. ഏറ്റവും അടുത്ത് അറിയാവുന്ന എൻ്റെ ഫ്രണ്ട്സിൽ ഒരാളാണ്. ആൻഡ് ഞങ്ങളുടെ വർക്ക് പ്ലേസിലാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. അതിന് മുന്നേ ഞങ്ങൾക്ക് അറിയായിരുന്നു, പക്ഷെ ഇത്ര ഇൻറ്റിമേറ്റ് ആയത് ഇവിടെ വന്നതിന് ശേഷമാണ്. ആൻഡ് ഐ എം ലൈക്ക് സൂപ്പർ ഹാപ്പി ടു ഗെറ്റ് സച്ച് എ ഫ്രണ്ട് ലൈക്ക് ഹർ. ഷീ ഈസ് എ പ്യോർ ജെം ആണ്. முதல் வெக்கம் தந்த நீ மண்ண பக்கம் வந்த நீ காதலானதே நீ
அவள் சிந்திக்கோ மந்திரி வந்த சுந்தரிமாவே தாங்கி நக்க பிரதிமையாடும் தங்கனிலாவே. Hey yo, ladies and gentlemen, it's your boy MC Sai, Chris G, Sahi Siva. We representing. Okay, buckle up. You all ready for this check? Hit one. தித்திக்கும் முதடுக தேனனை இனித்திட தனிமிகு திருமக நாடே. இரு கரங்களும் இரவிலும் கணத்திட கூட உறுப்புகள் உருகுது குருவாடே. காலத்தால் பிரிக்க முடியாது எமது கால கவி நீடோடி வாழ்க. சொக்கத்தின் உச்சத்தை இன்பத்தின் மிச்சத்தை வாழ்க்கையின் அர்த்தத்தை மடியின தேட. எனக்குள்ள ஒரு காத மிருகம் ஒன்று உறங்கி கிடக்குதை எழுப்பியதாரே. திருமகளை குண்டடைகளை கசத்திக்க நுயிர குதித்து விதிமுறைகளை மீறே. எனக்குள்ள ஒரு காத மிருகம் ஒன்று உறங்கி கிடக்குதை எழுப்பியதாரே. திருமகளை குண்டடைகளை கசத்திக்க நுயிர குதித்து விதிமுறைகளை மீறே. பார்வை வீசுவாள் உயிரின் கயிறில் அவளுமே செவ்விதழ் வருடும் போது தேக தங்கம் உருகுமே. உலகின் ஓசை அடங்கும் போது உயிரின் ஓசை தொடங்குமே. வானிலா நாடுமே உன்னுள்ளே திருமண கனவு கதல ஒரு விதமான மாற்றம் இல்ல. இரவின உந்த மடிகளை தப்பட்டு தினமும் தர வேண்டின முத்தங்கள் மெல்ல. கட்டில தினம் கதகளியாட மயில் ஆடுது ஆண்மான் வாட. மதி சாய்ந்தது முன்ன நறுகளை நான் இருக்கையில் அரவணி திருகுடலோட. மல்லிகை பூக்கள் கொண்டே வந்தாலே வாழத்தண்டே. மின்சார கண்கள் உண்டே நதி மூகினை காதல் கொண்டே. மல்லிகை பூக்கள் கொண்டே வந்தாலே வாழத்தண்டே. மின்சார கண்கள் உண்டே மதி மூகினை காதல் கொண்டே. ஏன் சூடினாய் கோலமுத்தத்தில் களையத்தான். கூரைப்பட்டி ஏன் உடுத்தினாய் கூடல் பொழுதில் கசங்கத்தான். மங்கை கூந்தல் மலர்கள் எதற்கு கட்டில் மேலே நசுங்கத்தான். தீபங்கள் அடிப்பதே புதிய பொருள் நாம் தேடத்தான். நெஞ்சினிலே